നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് തിരുവോണ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. ലഗ്നവും സൂര്യനും ചന്ദ്രനും തിരുവോണ നക്ഷത്രത്തിൽ നിന്നാലും ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരുന്നതാണ്. തിരുവോണത്തിൻ്റെ 4 പാദങ്ങളും മകരം രാശിയിലാണ് നിൽക്കുന്നത്. ഒന്നാം പാദത്തിൽ ജനിച്ചവർ അമിതമായി ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും. രണ്ടാം പാദത്തിൽ ജനിച്ചവർ നയതന്ത്ര ശക്തി ഉള്ളവരായിരിക്കും. സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവും രാഷ്ട്രീയത്തിൽ ശോഭിക്കാനുള്ള കഴിവും സംസാരത്തിലൂടെയും ഭാവപ്രകടനത്തിലൂടെയും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവും ഉണ്ടാകും. മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് നല്ല ആശയപാടവവും മാധ്യമം, ഇൻഷുറൻസ് മേഖലകളിൽ ശോഭിക്കാനും കഴിയും. നാലാം പാദത്തിൽ ജനിച്ചവർ എല്ലാ കാര്യങ്ങളിലും സന്തുലനം ആഗ്രഹിക്കുന്നു. ഇവർ മിക്കപ്പോഴും മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവരായിരിക്കും. പൊതുവെ തിരുവോണ നക്ഷത്രക്കാർ നദിയുടെ തീരത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുകയും വെള്ളച്ചാട്ടം, കുളം, കടൽ എന്നിവയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നീന്തി കുളിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നീന്തൽ പഠിക്കുന്നത് ഇവർക്ക് ഗുണകരമായിട്ട് മാറാം. മറ്റുള്ളവരുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി കണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കും. എന്നാൽ പലപ്പോഴും ഒരു കഴുതയെപ്പോലെ മറ്റുള്ളവരുടെ ഭാണ്ഡം ചുമക്കുന്നതായിരിക്കും ഇവരുടെ വിധി. ഈ സ്വഭാവം എപ്പോൾ മാറ്റുന്നു അപ്പോൾ അവർ ഉന്നതിയിലേക്ക് എത്തുന്നു. മകരം രാശിക്ക് മാനിന്റെയും മുതലയുടെയും സ്വഭാവമാണ്. മുതല 6 മുതൽ 7 മണിക്കൂർ വരെ വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കും. ഇര വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാടിപ്പിടിക്കുകയും പിന്നെ അതിന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുപോലെ ഇവർ നിശബ്ദമായിരിക്കുമെങ്കിലും ഏറ്റെടുത്ത കാര്യം നിർവിഘ്നമായി ചെയ്തു തീർക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തീർച്ചയായും അവർ തിരിച്ചടിക്കും. ആദ്യം അവരോട് സഹകരിച്ച് നിൽക്കുകയും പിന്നീട് അവസരം വരുമ്പോൾ സമർത്ഥമായി തിരിച്ചടിക്കുകയും ചെയ്യും. ഇവർക്ക് വൃത്തി കുറച്ച് കുറവായിരിക്കും. വസ്ത്രങ്ങൾ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ധരിച്ചിരിക്കാം. എന്നാൽ വൃത്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ വൃത്തിയായി നടന്നാൽ ഇവർക്ക് ഗുണകരമാണ്. കരച്ചിൽ ഇവർക്കൊരു വീക്ക്നെസ് ആണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കരയുകയും സങ്കടപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ സ്വഭാവം മാറ്റിയെടുത്തില്ലെങ്കിൽ ഇവർക്ക് ദോഷകരമായി മാറുകയും ചെയ്യും. പ്രണയവിവാഹം ഇഷ്ടപ്പെടുമെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികൾ 28 വയസ്സിന് ശേഷവും ആൺകുട്ടികൾ 32 വയസ്സിന് ശേഷവും വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. തിരുവോണ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദാമ്പത്യ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ ഉണ്ടാകും. അച്ഛൻ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിക്ക് പ്രണയവിവാഹം നടക്കില്ല. നേരെ മറിച്ചാണെങ്കിൽ പ്രണയവിവാഹം നടക്കും. കാരണം അമ്മയുടെ കർമ്മ തിരുവോണ നക്ഷത്രത്തിലുള്ള കുട്ടിയിലേക്ക് കൈമാറി വരുന്നു. തിരുവോണ നക്ഷത്രത്തിലുള്ള പെൺകുട്ടി ഒരു ചെക്കനെ പ്രേമിച്ച് ഉപേക്ഷിച്ചാൽ ആ ചെക്കന്റെ ദോഷകർമ്മം ആ പെൺകുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ അത് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തിരുവോണ നക്ഷത്രത്തിലുള്ള ആൺകുട്ടി പെൺകുട്ടിയെ പ്രേമിച്ച് ഉപേക്ഷിച്ച് അവരുടെ ശാപം കിട്ടിയാൽ 12 വർഷം എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരും. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സന്തുലനം ചെയ്യാൻ പെൺകുട്ടികളെ ദാനധർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ചെയ്യുന്ന ജോലിക്കനുസരിച്ച് മാത്രമേ ശമ്പളം വാങ്ങാൻ പാടുള്ളൂ.
അതിന് വിരുദ്ധമായ ശമ്പളം വാങ്ങിയാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചാലഞ്ചായി ഏറ്റെടുക്കുകയും അത് കൃത്യമായി ചെയ്തു തീർക്കുകയും ചെയ്യും. 30 വയസ്സ് വരെ ജീവിതത്തിൽ വലിയ രീതിയിൽ അഭിവൃദ്ധിയൊന്നും ഉണ്ടാകില്ല. എന്നാൽ 30 വയസ്സിന് ശേഷം 0-ൽ നിന്ന് ആരംഭിച്ച് വളരെ ഉന്നതമായ നിലയിലെത്തുകയും അവസാന കാലത്തിൽ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുകയും ചെയ്യും. വലിയ നിലയിൽ ധനം വന്നു ചേർന്നാലും ഇവർ ആഡംബരത്തിൽ താല്പര്യം കാണിക്കില്ല. പുരാണത്തിലെ മഹാബലിയുടെ ജന്മനക്ഷത്രമാണ് തിരുവോണം. മുൻജന്മത്തിൽ ഇവർ ധാരാളം ഭക്ഷണം ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇവർ എവിടെ ചെന്നാലും ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവുകയില്ല. ഭക്ഷണം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങുന്നത് നല്ലതായിരിക്കും. മഹാബലി യാഗം ചെയ്യുന്ന സമയത്ത് വാമനൻ 3 അടി മണ്ണ് ചോദിച്ചു വന്നു. അത് തനിക്ക് വെറും പിച്ചക്കാശാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. എന്നാൽ അതിലൂടെ മഹാബലിക്ക് പണി കിട്ടുകയും ചെയ്തു. അതിനാൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവര് പിച്ചക്കാശ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവർ എല്ലാ കാര്യത്തെയും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കുകയുള്ളൂ. അതുപോലെ എല്ലാ കാര്യത്തിനും തെളിവ് വേണം എന്ന് ആഗ്രഹിക്കും. അതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ തെളിവ് സഹിതം സംസാരിക്കുന്നത് നല്ലതായിരിക്കും. പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സഹായകമാകും. ചെറുപ്പത്തിൽ ഇവർ വലിയ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ വലുതായി കഴിഞ്ഞാൽ ഈ മണ്ടത്തരം പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്യും. ഇത്തരം നാണക്കേടിനെ നേരിടേണ്ടതാണ്, അല്ലാതെ പേടിച്ച് നടന്നാൽ എവിടെയും എത്തില്ല. ടെൻഷൻ വരുമ്പോൾ 3 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, അല്ലെങ്കിൽ പട്ടം പറത്തിയാൽ മതി. കാരണം പട്ടം പറത്താൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവും. അതിനാൽ ടെൻഷൻ വരുമ്പോഴും മറ്റു പ്രശ്നങ്ങൾ വരുമ്പോഴും പട്ടം പറത്തുന്നത് നല്ലതാണ്. കുയിലിന്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നു. വാച്ച് കെട്ടാൻ ഇഷ്ടപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുകയും ചെയ്യും. അതുപോലെ കൃത്യനിഷ്ഠ പാലിക്കുന്നവർ ആയിരിക്കും. ചെറുപ്പത്തിൽ തുടുതുടുത്ത ശരീരമായതിനാൽ മറ്റുള്ളവരുടെ കണ്ണേറേൽക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണ നക്ഷത്രക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം വരും. ശംഖ് വീട്ടിൽ വയ്ക്കുന്നതും സാംസങ്ങിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇവർക്ക് ഇടത് വലത് കൈകൾ ഒരേപോലെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവും. അല്ലെങ്കിൽ ഇടത് കൈക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകും. പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്ന് സ്നേഹം വേണമെന്ന് വാശി പിടിക്കുന്നവരാണ്. അതിനാൽ തിരുവോണം നക്ഷത്രത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ചെലവ് ചെയ്യുന്നവരായിരിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മറ്റുള്ളവരോട് ആലോചിച്ച് മാത്രമേ ചെയ്യൂ. സ്വന്തം തീരുമാനം എടുക്കില്ല. ശരീരത്തിന്റെ അരഭാഗത്ത് എന്തെങ്കിലും പ്രത്യേകതയോ പ്രശ്നങ്ങളോ ഉണ്ടാകും. അതുപോലെ സ്ത്രീകൾക്ക് പിരീഡ് പ്രശ്നങ്ങളും ഉണ്ടാകാം. പെൺകുട്ടികളെ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മാന്യമായി പെരുമാറുന്നതും നല്ലതാണ്. കാരണം മുൻജന്മത്തിൽ ഇത്തരം കാര്യത്തിൽ ദോഷം ചെയ്തിട്ടുണ്ട്. അതിനാൽ തിരിച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികൾ പടിയിലും കട്ടിലപ്പടിയിലും ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടും. കാരണം ഇവർ തെറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ചെയ്ത തെറ്റ് മനസ്സിലായാൽ പിന്നീട് അത് ആവർത്തിക്കില്ല. അതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ തെറ്റ് ചെയ്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. താഴ്ന്ന മനോഭാവം ഉള്ളവരും എപ്പോഴും പിറകിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരും ആയിരിക്കും. കാരണം ഇവരുടെ ഒട്ടുമിക്ക അമ്മമാരും കാർക്കശ്യക്കാരായിരിക്കും. ഈ സ്വഭാവം മാറ്റി എടുത്തില്ലെങ്കിൽ ഇവർ രക്ഷപ്പെടില്ല. വിശപ്പ് താങ്ങാനുള്ള കഴിവ് ഉണ്ടാകില്ല. അതുപോലെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ നന്നായി പരിഗണിക്കുകയും ചെയ്യും. എല്ലാ സാധനങ്ങളും റിപ്പയർ ചെയ്യാനുള്ള താല്പര്യം കുട്ടികളിൽ കാണാറുണ്ട്.
മനസ്സിന് പ്രശ്നമുള്ളവർ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകും. അതിനാൽ മാനസിക വൈകല്യം ഉള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്. ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്വഭാവം ഉണ്ടാകും. വീടിന്റെ അടുത്ത് ഉപയോഗശൂന്യമായ സ്ഥലമോ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമോ ഉണ്ടാകും. വീട്ടിൽ എലി അല്ലെങ്കിൽ പെരിച്ചാഴി എന്നിവയെ കൊണ്ട് ശല്യമുണ്ടാകാം. നല്ലൊരു ഡ്രൈവർ ആകാനുള്ള കഴിവുണ്ടാകും. പല കാര്യങ്ങളും താമസിച്ചേ കിട്ടുകയുള്ളൂ. താമസിച്ച് കിട്ടുന്നതൊക്കെ ഇവർക്ക് ഗുണകരമായിരിക്കും. അധർമ്മമായ പ്രവൃത്തി ബുദ്ധിപരമായും സമർത്ഥമായും പോലീസിന് പിടികൊടുക്കാതെയും ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. വാടക കൊടുത്ത് വരുമാനം നേടുന്നവരായിരിക്കും. അതിനാൽ വീട് വയ്ക്കുമ്പോഴും വാഹനം മുതലായവ വാങ്ങുമ്പോഴും ഇത് മുൻകൂട്ടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യാത്രകൾ ചെയ്യുമ്പോൾ പ്ലാനിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്നവരായിരിക്കും. ചിത്രരചനയിലും ചായം കൊടുക്കുന്നതിലും താല്പര്യമുണ്ടാകും. കൂടാതെ പാട്ട് കേൾക്കാനും പാടാനും താല്പര്യമുണ്ടാകുകയും മറ്റുള്ള കലകളോട് താല്പര്യം പ്രകടിക്കുകയും ചെയ്യും. വീട്ടിൽ റോസാപ്പൂ, തുളസി എന്നിവ വളർത്തുന്നത് നല്ലതാണ്. വെറ്റില മുറുക്കാൻ താല്പര്യം ഉണ്ടാകും. അമ്പലങ്ങളിൽ ധ്യാന മണ്ഡപങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കാനും ഇഷ്ടപ്പെടുന്നു. ചായ, പാല്, ഇഡ്ഡലി, പച്ചനിറം, സ്രാവ് കറി, ആത്മീയത, മുയൽ, മാൻ, സീതാപ്പഴം, കരിമ്പ് ജ്യൂസ്, പുളിയുള്ള ഭക്ഷണം എന്നിവ ഇഷ്ടപ്പെടുന്നു. ശനീശ്വരൻ, മഹാവിഷ്ണു, മഹേശ്വരൻ, വിഷ്ണു, ദക്ഷിണാമൂർത്തി എന്നീ ദേവന്മാരെ പൂജിക്കുന്നതും കാളഹസ്തിയിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ചതയം, ഉത്രട്ടാതി, അശ്വതി, പൂയം, മകം, ചോതി, അനിഴം, മൂലം എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ ചെയ്യുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ദോഷകരമായി ഭവിക്കാം. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, രേവതി, പുണർദം, ആയില്യം, പൂരം, അത്തം, ചിത്തിര, തൃക്കേട്ട, പൂരാടം, ഉത്രാടം എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമായി ഭവിക്കാം. ഗ്രഹനിലയിലുള്ള ഗ്രഹചേർച്ചയ്ക്ക് അനുസരിച്ചിട്ട് സ്വഭാവങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരുന്നതാണ്. അതുപോലെ ഗ്രഹനില പരിശോധിച്ച് യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ ശമനം ചെയ്യാനും സാധിക്കുന്നതാണ്. നമസ്കാരം.